ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കിയാലോ? നമ്മുടെ വീട്ടിലുള്ള ചെറുപയറും പൂസ്റ്റും വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടുക്കാച്ചി പായസമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോണത്. ചെറുപയർ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. ഇന്ന് നമ്മളിവിടെ പായസം തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മെഷറിംഗ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പിൽ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനത്തെ നമ്മൾ ചെറുപയർ നമ്മളിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമുക്കിതിലേക്കൊരു 4 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി അതിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് വേവിക്കുമ്പോൾ തന്നെ ഏലക്കാപ്പൊടി ഇട്ട് കഴിഞ്ഞാലാണ് കേട്ടോ ഈ പയറിലൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ നമ്മളിത് വേവിക്കാനായിട്ട് കുറച്ച് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിവിടെ അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഒരു 1.25 കപ്പ് മാക്സിമം ഒരു 1.5 കപ്പ് അളവിൽ നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിം വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വരണവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് കുക്കായി കിട്ടും. പിന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള 2 അച്ച് ശർക്കരയാണ്. അപ്പോൾ ഇത്രയും മതി. നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇത് തിളച്ച് വരാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തിളച്ച് വരും. നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റാവുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഇതുപോലെ ചെറിയൊരു പീസ് നമ്മളെ ചുക്കുണ്ടല്ലോ, ചുക്ക് എടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, സാദാ ജീരകം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് എടുക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് ചതച്ച് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ഈ ചതയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചായതുകൊണ്ട് നമുക്കിങ്ങനെ ചതച്ചെടുക്കാം. കുറേയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. ഇതിപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കാനുള്ള അത്രയ്ക്കൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ടൊന്നും പൊടിയായിട്ടില്ല, എന്നാലും അത്യാവശ്യം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുക്കില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. ചുക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ജീരകം മാത്രം പൊടിച്ചെടുത്താലും മതി. അപ്പോൾ അതേ നമ്മളിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മളെ ശർക്കര ഇവിടെ മെൽറ്റാക്കാൻ വെച്ചത് എന്തായി നോക്കാം. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നാൽ മതി. നമുക്കിത് നൂൽപ്പരിവൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാ ശർക്കരയും മെൽറ്റായി മതി. അപ്പോൾ ഇത് ഇവിടെ കംപ്ലീറ്റ് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ ഇപ്പോൾ നമ്മുടെ ചെറുപയറും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ച പാലൊക്കെ കറക്റ്റ് അളവാണ്. കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി ഒന്ന് ക്ലിയറായി കാണാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ചെറുപയർ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ ചെറുപയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാനും പറ്റും. കണ്ടില്ലേ, പെട്ടെന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ചെറുപയർ പായസം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കഴിച്ചിട്ടുള്ള ചെറുപയർ പായസത്തിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ചെറുപയർ നമ്മളിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, ശർക്കര പാനി, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര പാനി നമ്മൾ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വല്ല കല്ലും കട്ടയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശർക്കര പാനി ചേർക്കുമ്പോൾ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സാക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പറഞ്ഞ അളവിലേക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ നമ്മൾ 2 അച്ച്
ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 അച്ച് ശർക്കര എന്ന് പറഞ്ഞാലും കുറച്ച് വലിപ്പമുള്ള സൈസ് കട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ശർക്കര നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 100-150 ഗ്രാമോളം ശർക്കര നമുക്കിതിനായിട്ട് വേണ്ടി വരും. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് ആ ചെറുപയറിലൊക്കെ കറക്റ്റായിട്ട് ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് തിളച്ചോട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു പഴം ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണെങ്കിൽ 2 എടുക്കാം. അപ്പോൾ ഞാനിവിടെ പാളയംകോടനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. പാളയംകോടൻ ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു സ്മെല്ലൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പഴം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കദളിപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കദളിപ്പഴം എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു പാളയംകോടൻ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പഴം തന്നെ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഇതിലേക്ക് പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ജസ്റ്റ് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ചെറുപഴം നമ്മളിവിടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടിത് നമ്മളെ ഈ ഒരു പയറിലൊക്കെ നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മളെ പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഴം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം, കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴം അരച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പായസം കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും കേട്ടോ. നമ്മളെ പായസത്തിന് ഒരു കൊഴുപ്പും കട്ടിയൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു പഴം അരച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ പഴം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് അറിയാലോ, പാളയംകോടൻ പഴത്തിന് നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പായസത്തിലേക്ക് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പഴം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ അതേ ഇതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിക്കോട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതേ നമ്മൾ പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പഴം അരച്ച് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത പാനൊക്കെ ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നിറയെ 1 പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചുക്കും ജീരകം ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ജീരകം ചുക്കും കൂടി പൊടിച്ച് വെച്ചിരുന്നല്ലോ ഫസ്റ്റ്, അത് നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റിലാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആ ജീരകത്തിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ചുക്കും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പയറൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്യാസാണെന്നറിയാലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ജീരകമൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ, അതുപോലെ ചുക്കായാലും പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നത്തിനൊക്കെ കുറച്ച് പരിഹാരമാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് മാറ്റിമറിക്കുന്ന അടിപൊളി സംഭവമാണ് നമ്മളെ ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ബൂസ്റ്റ് നമ്മൾ പായസത്തിൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ 5 രൂപയുടെ ഒരു സാഷേ പൊട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതോട് കൂടി തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ട പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അതേ നമ്മളൊരു സാഷേ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പായസത്തിൻ്റെ കളർ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വരും കേട്ടോ. ആ ബൂസ്റ്റിൻ്റെ കളറായിരിക്കും നമ്മൾ പായസത്തിന് ഉണ്ടാവുക. കണ്ടില്ലേ, നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പായസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസം തന്നെയാണ് കേട്ടോ. ചെറുപയർ കഴിക്കാൻ മടിയുള്ളവർ പോലും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി പായസം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക. അടിപൊളിയാണ്, വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പായസം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്